ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സച്ചി സുധിയെ നീലിമയുടെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയല്ലോ. സച്ചിക്കറിയില്ല നീലിമയാണ് സുധിയെ പിടിച്ചോണ്ടും പോയതെന്നും നീലിമയ്ക്കും അറിയില്ല സച്ചിയാണ് സുധിയെ രക്ഷപ്പെടുത്തിയതെന്നും. അപ്പോൾ ഒരു സമയത്ത് നീലിമ സച്ചിയുടെ കാറിൽ യാത്ര ചെയ്യുമ്പോഴേക്കും നീലിമക്ക് മനസ്സിലായായിരുന്നു സച്ചി ഇങ്ങനെ അത്യാവശ്യം ഗുണ്ടതരികിട പരിപാടികളൊക്കെ ഉണ്ടെന്ന്. കൊട്ടേഷനൊന്നും അല്ലെന്ന് സച്ചി അങ്ങനെ പറഞ്ഞായിരുന്നു. പക്ഷെ എന്നാലും അത്യാവശ്യം ഒരാളെ നേരിടാനുള്ള ധൈര്യമൊക്കെ ഈ സച്ചിക്ക് ഉണ്ടെന്ന് നീലിമക്ക് അന്നത്തെ ഒരു സംസാരത്തിൽ മനസ്സിലായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ സുധിയെ വിളിച്ച് നീലിമ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നീ ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു, പക്ഷേ നിന്നെ ഞാൻ വിടാതെ പിന്തുടരും. നിന്റെ കയ്യിൽ നിന്ന് ഞാൻ 50 ലക്ഷം രൂപ തിരിച്ചു മേടിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ. നീ ഇപ്പം കൊണ്ടുവന്ന ആളുകളെക്കാളും സാമർഥ്യമുള്ള ഒരാണൊരുത്തൻ എൻ്റെ കയ്യിലുണ്ടെന്നൊക്കെ നീലിമ പറയുന്നുണ്ട്. നീലിമയുടെ മനസ്സിൽ സച്ചിയാണ്. കാരണം സച്ചി എന്തും കൊണ്ടും സുധിയെ നേരിടാൻ പറ്റിയ ഒരാളാണെന്നാണ് നീലിമയുടെ മനസ്സിൽ. പക്ഷേ സച്ചി എന്ന് പറയുന്നത് സുധിയുടെ അനിയനാണെന്ന് നീലിമക്ക് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ശ്രുതിയെ ഭീഷണിപ്പെടുത്തുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി അതൊന്നും കാര്യമാക്കണ്ട, ശ്രുതി രക്ഷപ്പെട്ട പൈസ കിട്ടാത്തതിൻ്റെ ആ ഒരു വെപ്രാളത്തിൽ ആ ദേഷ്യത്തിലൊക്കെ ഓരോന്നൊക്കെ ഡയലോഗ് അടിക്കുന്നതാണ്. അവളിനി ആരെ കൊണ്ടുവരാനാ നിന്നെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി? അവളിനി ഒരു തരികിടക്കും വരാനൊന്നും പോകുന്നില്ല. വന്നാൽ തന്നെ നമുക്കൊരു കംപ്ലൈൻറ്റ് കൊടുക്കാം ശ്രുതി എന്നൊക്കെ പറഞ്ഞ് ശ്രുതി സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ നീലിമ അടങ്ങിയിരിക്കുന്ന ടൈപ്പല്ല. നീലിമയ്ക്ക് എങ്ങനെയെങ്കിലും 50 ലക്ഷം സുധിയുടെ കയ്യിൽ നിന്ന് മേടിച്ചേ പറ്റൂ. അപ്പോൾ നീലിമ എന്നിട്ട് സച്ചിയെ നേരെ ഫോൺ വിളിക്കുവാണേ. സച്ചി ഇപ്പം എവിടെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഓട്ടത്തിലാണോ തിരക്കാണോ എന്നൊക്കെ നീലിമ ചോദിക്കുമ്പോൾ സച്ചി പറയും, ഇല്ല മാഡം പറഞ്ഞു, അന്ന് എന്നെ ഒരു സ്ഥലം വരെ കൊണ്ടേ ആക്കാവോ എന്ന് ചോദിച്ചിട്ട് സച്ചിയെ വിളിക്കുവാണ് നീലിമ. അങ്ങനെ സച്ചിയുടെ കാറിൽ നീലിമ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴേക്കും നീലിമ പറയുന്നുണ്ട്, സച്ചി എനിക്കൊരു ഉപകാരം ചെയ്യാമോ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ സച്ചി പറയും, എന്തുപകാരം? അല്ല ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് പറയും. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്താ കാര്യം എന്ന് മാഡം പറ, നല്ല കാര്യത്തിനാണെങ്കിൽ ഞാൻ എന്തായാലും മാഡത്തിൻ്റെ കൂടെ നിൽക്കും എന്ന് പറയുവാണ്. അപ്പോൾ നീലിമ പറയുന്നുണ്ട്, സച്ചി ഞാനൊന്ന് പറഞ്ഞായിരുന്നില്ലേ എൻ്റെ സ്ഥലം ഇടപാട് അന്ന് നടന്നില്ല എന്ന്, എൻ്റെ കാശൊക്കെ കുറേ ചിലവായി പോയോണ്ട് ഒരാൾ എൻ്റെ കയ്യിൽ നിന്ന് പറ്റിച്ച് മേടിച്ചതാണ് സച്ചി ആ കാശ്. എനിക്ക് ആ കാശ് തിരിച്ചു മേടിക്കാൻ ഒരാളുടെ സഹായം വേണം. അവൻ ഭയങ്കര ഒരു തരികിട പയ്യനാ. അവനെ നേരിടാൻ സച്ചിയെ പോലുള്ള ഒരാളെ സാധിക്കത്തുള്ളൂ. സച്ചിക്ക് അതിനുള്ള സാമർഥ്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സച്ചി എന്നെ ഒന്ന് സഹായിക്കാവോ സച്ചി നന്മയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരാളല്ലേ എന്നൊക്കെ നീലിമ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി ചോദിക്കും, മാഡത്തിനെ പറ്റിച്ചിട്ട് പൈസ മേടിച്ചെന്നോ? അപ്പോൾ നീലിമ പറയും, അത് ഭയങ്കര ഒരു കഥയാ സച്ചി, പക്ഷേ ആ പൈസ പോയതോടെ എൻ്റെ എല്ലാം തീർന്നു സച്ചി. എനിക്കിപ്പോൾ ഒരു വില പോലും ഇല്ല. എനിക്ക് തിരിച്ച് കാനഡയിലോട്ട് പോകാനും എനിക്ക് ആ സ്ഥലം മേടിക്കാനും, എൻ്റെ സ്വപ്നമായിരുന്നു ആ സ്ഥലം, അത് മേടിക്കാൻ പോലും സാധിക്കുന്നില്ല സച്ചി ഒന്ന് അവനെ വിരട്ടി എനിക്ക് ആ കാശൊന്ന് മേടിച്ചു തരണം. സച്ചിയുടെ വിരട്ടെല്ലാം അവൻ വീഴും എന്ന് എനിക്ക് ഉറപ്പാണ് സച്ചി, പ്ലീസ് സച്ചി എന്നൊക്കെ നീലിമ അപേക്ഷിക്കുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ആ ശരി, മാഡം ഒരു നല്ല ആളാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. മാഡത്തിനെ പറ്റിച്ചത് ആരായാലും ശരി, അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മാഡത്തിൻ്റെ കാശ് മേടിച്ച് തന്നിരിക്കും എന്ന് പറയുവാണ്. സച്ചിക്ക് അറിയില്ലല്ലോ നീലിമ തൻ്റെ അച്ഛൻ്റെ കാശും കൊണ്ട് ഓടിപ്പോയവളാണെന്ന്. അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട്, ആരാ മാഡം ആളെന്നൊക്കെ ചോദിക്കുവാണേ. അപ്പോൾ നീലിമ പറയുന്നുണ്ട്, സച്ചി ഞാനത് കാണിച്ചു തരാം സച്ചി, ആളാരാണ്, എൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, പക്ഷെ ഫോട്ടോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല, നമുക്ക് നേരെ അവൻ്റെ വീട്ടിലോട്ട് കയറി ചെല്ലാം എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയും, വീട്ടിലോട്ടോ? അതെന്താ? അവൻ്റെ തട്ടിപ്പ് ആ വീട്ടിലുള്ള എല്ലാവരും അറിയട്ടെ സച്ചി, വാ നമുക്ക് പോയി ചോദിക്കാം സച്ചി എന്നൊക്കെ പറയുവാണ്. അപ്പോൾ സച്ചി പറയും, ശരി മാഡം ആ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞേന്ന് പറയുമ്പോഴേക്കും നീലിമ ലൊക്കേഷൻ പറയുന്നുണ്ട്. അപ്പോൾ സച്ചിയുടെ മനസ്സിൽ ഈ ലൊക്കേഷനോ, ഇത് സച്ചി പറയും, എൻ്റെ വീടും ഈ പരിസരത്താ മാഡം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീലിമ പറയും, ആണോ സച്ചിയുടെ വീട് അവിടെയാണോ? അപ്പോൾ സച്ചിക്ക് അറിയാവുന്ന ഒരാൾ തന്നെ ആയിരിക്കും, എന്തായാലും ഞാൻ വീട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നീലിമ കൊണ്ടുപോവാണേ സച്ചിനെ. അങ്ങനെ പോയി എവിടെയാണ് എത്തുന്നത്, നമ്മുടെ സച്ചിയുടെ വീട്ടിൽ തന്നെ നീലിമ എത്തുവാണ്. അപ്പോൾ സച്ചി ഒന്നും മിണ്ടുന്നില്ല, കാരണം സച്ചിക്ക് കാര്യം മനസ്സിലായി ഇതിൻ്റെ പിറകിൽ എന്ത് കളിയാണെന്നൊക്കെ. നീലിമ തന്നെ ഈ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ നീലിമയുടെ പൈസയുടെ കാര്യം, ആ തട്ടിപ്പിൻ്റെ കാര്യം എല്ലാം സച്ചിക്ക് മനസ്സിലാവുകയാണ്. സച്ചി അത് തുറന്നു പറയുന്നില്ല, ഇത് തൻ്റെ വീടാണെന്നൊക്കെ. അപ്പോൾ സച്ചി ചോദിക്കും, ഇതാണോ മാഡം വീട്? ഇത് തന്നെ സച്ചി, അവനിപ്പോൾ ഈ ടൈമിൽ ഈ വീട്ടിലുണ്ടാവും സച്ചി. അവൻ വീട്ടിൽ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ അമ്മായച്ചൻ അയച്ചു തന്ന കാശാണെന്നാണ്, പക്ഷേ അത് അവൻ്റെ അമ്മായച്ചൻ കൊടുത്തതല്ല സച്ചി, ഞാൻ അന്വേഷിച്ചതിൽ അങ്ങനെയാണ് അറിഞ്ഞത്. എൻ്റെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റിയിട്ട് അവൻ അമ്മായച്ചൻ്റെ കാശാണെന്നാണ് സച്ചി പറയുന്നതെന്നൊക്കെ പറയുവാണ്. അപ്പോൾ സച്ചിക്ക് ഇങ്ങനെ മനസ്സിലാവുന്നുണ്ട്, അപ്പോൾ ശ്രുതിയുടെ അച്ഛൻ അയച്ചു തന്നെന്ന് പറഞ്ഞ പൈസ ഇവളുടെ കയ്യിൽ നിന്ന് തട്ടിച്ച് മേടിച്ചതാണല്ലേ ശ്രുതി. അപ്പോൾ അതാണ് കഥ. അപ്പോഴും സച്ചിക്ക് ഈ നീലിമ
ശ്രുതിയുടെ കാമുകിയാണെന്നുള്ള കാര്യം മനസ്സിലായിട്ടില്ലേ, കാരണം സച്ചി കണ്ടിട്ടില്ലല്ലോ ശ്രുതിയുടെ പഴയ കാമുകിയെന്നും. എന്നിട്ട് നീലിമയും കൂട്ടി സച്ചി നേരെ അകത്തോട്ട് കയറുവാണ്. അപ്പോൾ ചന്ദ്ര ഈ സീൻ കാണുന്നുണ്ട്. ചന്ദ്ര പറയും, ആരാടാ സച്ചി ഇത്, നീ എന്താ ഇത്, ആരാ പരിചയമില്ലാത്ത ഒരാളാണ്, നിന്റെ കൂടെ ആരാ ഇതെന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോൾ സച്ചി ഒന്നും മിണ്ടുന്നില്ല. എവിടെ അമ്മ ആ ശ്രുതി എന്ന് ചോദിക്കുവാണ്. ശ്രുതിയോ, അവനിവിടെ ഉണ്ട്, എന്താ, എന്ത് വേണമെന്നൊക്കെ ചന്ദ്ര ചോദിക്കുവാണ്. അവനെ ഒന്നിങ്ങോട്ട് വിളിച്ചേ. അപ്പോൾ ചന്ദ്ര പറയും, എനിക്ക് വിളിക്കാനൊന്നും വേണമെങ്കിൽ നീ വിളിക്കുമെന്ന് പറയുവാണ്. അപ്പോഴേക്കും സച്ചി, എടാ ശ്രുതി എന്ന് പറഞ്ഞ് ബഹളം വെക്കുവാണേ ഹോളിൽ കിടന്നിട്ട്. സച്ചിയുടെ ബഹളം കേട്ട് വീട്ടിലുള്ള എല്ലാവരും ഹോളിലോട്ട് ഒത്തുകൂടുവാണ്. ശ്രുതിയും വരുന്നുണ്ട്. നീലിമയെ കാണുന്നതും ഇവരിങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുവാണേ. ഇവളെന്താ ഇവിടെ എന്നുള്ളൊരു ഇതാണ്, കാരണം കള്ളത്തരം എല്ലാം പൊളിയാൻ പോവല്ലേ. ശ്രുതിക്കും എന്ത് ചെയ്യണം എന്ന് ഒരു പിടിയില്ലേ. അവരങ്ങനെ തന്നെ നിൽക്കുവാണ്. അപ്പോൾ സച്ചി പറയും, എടാ അവിടെ ഒളിച്ച് നിൽക്കാതെ ഇങ്ങോട്ടേക്ക് താഴേക്ക് ഇറങ്ങി വാടാന്ന് പറയുവാണ്. വേറെ നിവർത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ താഴോട്ട് ഇറങ്ങി വരുവാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ മോനെ, എന്താ പ്രശ്നം, നീ എന്താ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നേ, എന്തിനാ ശ്രുതിയെ വിളിക്കുന്നേ, ആരാ ഇതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രേവതിയും ചോദിക്കുന്നുണ്ട്, ആരാ സച്ചിയേട്ടാ ഇതെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, പറയാം, നീ ഇങ്ങോട്ടേക്ക് വന്നേടാ ശ്രുതി. അപ്പോൾ ശ്രുതി താഴെ വരുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, അന്ന് നിന്നെ എന്തിനാണ് ആൾക്കാർ തട്ടിക്കൊണ്ടുപോയെന്നാ പറഞ്ഞത്, നീ ആരുടെയും കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടില്ല, പക്ഷെ ഒപ്പിട്ടതിൻ്റെ പേരിൽ പൈസ മേടിക്കാതെ തന്നെ അവർ നിന്റെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റാൻ നോക്കുന്നു എന്നല്ലേ ചൈവൻ പറഞ്ഞതെന്നൊക്കെ സച്ചി പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയും, ആ അങ്ങനെ തന്നെയാണ് ഇവൻ പറഞ്ഞത്, എന്താടാ മോനെ. അച്ഛാ, ഇവൻ പറഞ്ഞത് മൊത്തം പച്ച കള്ള അച്ഛാ. അതേ ഇവളെ കണ്ടോ, ഇവളല്ല എൻ്റെ മാഡം, ഇതെൻ്റെ മാഡമാണ്, എൻ്റെ ഏറ്റവും നല്ല കസ്റ്റമർ. ഈ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്നാണ് ഇവൻ ഈ പൈസ അടിച്ചു മാറ്റിയത്. ഈ മാഡം കള്ളം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവൻ അന്ന് പറഞ്ഞ കഥയിൽ എനിക്ക് സംശയം തോന്നിയായിരുന്നു. ഇപ്പം എൻ്റെ ആ സംശയങ്ങളൊക്കെ മാറി അച്ഛാ. ഈ മാഡം കള്ളം പറയുന്ന ഒരാളല്ല. ഈ മാഡത്തിന് ഇവിടെ ഒരു സ്ഥലത്തിൽ നോട്ടം ഉണ്ടായിരുന്നു. ആ സ്ഥലം മേടിക്കാൻ വെച്ച കാശാണ് മാഡം ഇവന് കൊടുത്തത്. പക്ഷേ ഇവൻ എന്ത് ചെയ്തു, ആ പൈസ തിരിച്ചു കൊടുക്കാതെ മാഡത്തിനെ പറ്റിക്കായിരുന്നു അച്ഛാന്ന് സച്ചി അങ്ങനെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ ശ്രുതിയൊക്കെ ഇങ്ങനെ ഞെട്ടുവാണ്. ഇവനെന്ത് ഇങ്ങനെയൊക്കെ പറയുന്നേ. അപ്പോൾ നീലിമ എൻ്റെ പഴയ കാമുകിയാണെന്നുള്ള കാര്യം ഇവൻ മനസ്സിലായില്ലേ. ഇനിയിപ്പോൾ അച്ഛൻ്റെ കാശല്ലെന്നാണ് സച്ചി വിചാരിച്ചിരിക്കുന്നത്. അപ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ ആലോചിക്കുവേ, ഇവളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ മോളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും നീലിമ പറയും, എന്നെയോ, എന്നെ എവിടെ കാണാനാ, അല്ല മോളെ, നീ ഈ ശ്രുതി, നിങ്ങൾ തമ്മിൽ നേരത്തെ നീ ആയിരുന്നില്ലേ ശ്രുതിയുടെ പഴയ കാമുകി എന്ന് ചോദിക്കുവാണേ. അപ്പോഴേക്കും സച്ചി ഇങ്ങനെ നീലിമയെ സൂക്ഷിച്ചു നോക്കും. സച്ചിക്ക് അറിയില്ലല്ലോ നീലിമയാണ് ശ്രുതിയുടെ കാമുകിയെന്ന്. അപ്പോൾ നീലിമ ഒന്നും മിണ്ടുന്നില്ലേ. അപ്പോഴേക്കും സച്ചി ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയിട്ട് ചോദിക്കും, അമ്മ പറഞ്ഞത് ശരിയാണോ, നീയാണോ ശ്രുതിയുടെ കാമുകി, ശ്രുതിയെ പണ്ട് സ്നേഹിച്ചിരുന്നത് നിന്നെയായിരുന്നോ എന്ന് നീലിമയോട് ചോദിക്കുമ്പോഴേക്കും നീലിമ പറയുന്നുണ്ട്, ആ അതെ, ആ ടൈമിലാണ് ഇവൻ എൻ്റെ കയ്യിൽ നിന്ന് ആ പൈസ അടിച്ചു മാറ്റിയത് സച്ചി, ഞാൻ ആ കാര്യം സച്ചിയോട് പറഞ്ഞില്ല എന്ന് പറയുവാണേ. അപ്പോഴേക്കും സച്ചിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലായി. കാരണം അത് നീലിമയുടെ കാശല്ലെന്നും തൻ്റെ അച്ഛൻ്റെ പെൻഷൻ കാശും കൊണ്ട് അടിച്ചുപോയ ആ ശ്രുതിയുടെ പഴയ കാമുകി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ നീലിമയാണെന്നുള്ള സത്യവും സച്ചി തിരിച്ചറിയുവാണേ. സച്ചിക്ക് എല്ലാം കൂടി ദേഷ്യം വരുന്നുണ്ട്. സച്ചി രവീന്ദ്രനോട് പറയും, അച്ഛാ, എന്തൊക്കെ കള്ളങ്ങളാണ് അച്ഛാ ഈ വീട്ടിൽ നടക്കുന്നത്, ഈ ശ്രുതി എന്ന് പറഞ്ഞ പെരുങ്കള്ളൻ എന്തൊക്കെ കള്ളം അച്ഛാ ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടിച്ചുകൊണ്ട് പോയ പൈസ അവനെ തിരിച്ച് കിട്ടി. എന്നിട്ട് ആ പൈസക്ക് ബിസിനസ് തുടങ്ങിയിട്ട് ശ്രുതിയുടെ അച്ഛൻ അയച്ചു തന്ന പൈസയാണെന്ന്. കൊള്ളാം, എന്തൊക്കെ കള്ളത്തരങ്ങളാ. എന്നിട്ട് നീലിമയുടെ അടുത്തോട്ട് നേരെ പോവാണേ. നീ ഇതിനാണോ എൻ്റെ അടുത്തോട്ട് സഹായം ചോദിച്ചു വന്നത്, ഈ ശ്രുതി എന്ന് പറഞ്ഞത് എൻ്റെ ചേട്ടനാ, അച്ഛൻ്റെ പൈസ ഇവൻ അടിച്ചോണ്ടും പോയപ്പോൾ ഈ വീട്ടിലുള്ളവർ എന്തോരം വിഷമിച്ചു എന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. നീ ആയിരുന്നല്ലേ ആ പെരിങ്കള്ളി നീലിമ എന്ന് പറഞ്ഞിട്ട് സച്ചി നീലിമയുടെ മുഖത്തിട്ട് ഒറ്റ അടി അടിക്കുവാണേ. എനിക്കറിയില്ലായിരുന്നു മാഡം ഇത്തരക്കാരിയാണെന്ന്. ഞാൻ മാഡത്തിൻ്റെ ഭാഗത്ത് സത്യസന്ധത ഉണ്ടാവുമെന്ന് കരുതിയ മാഡത്തിനൊരു ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ മാഡം ആ സഹായത്തിന് എന്നെ എൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടുവരുമെന്ന് ഞാൻ ആലോചിച്ചില്ല. അതും എൻ്റെ അച്ഛൻ്റെ പൈസ തിരിച്ചു മേടിക്കാനാണ് മാഡം ഈ കിടന്ന് കഷ്ടപ്പെടുന്നതെന്നും ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ മാഡം വീണ്ടും അച്ഛൻ്റെ ആ പൈസ തിരിച്ചു ചോദിക്കാനാണ് ഇപ്പോൾ ഈ വീട്ടിലോട്ട് വന്നതല്ലേ. അപ്പോൾ നീലിമ ഒന്നും മിണ്ടാതെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുവാണ്. അടികൊണ്ട ദേഷ്യമുണ്ട് നീലിമക്ക്. ശ്രുതിയും എന്ത് പറയണമെന്നറിയാണ്ട് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുവാണ്. സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞപ്പോൾ ചന്ദ്രക്ക് അങ്ങോട്ട് ദേഷ്യം വരുവാണ്. കാരണം ചന്ദ്രയുടെ മനസ്സിൽ പണക്കാരൻ കോടീശ്വരൻ്റെ മകളുടെ അച്ഛൻ അയച്ചു തന്ന പൈസയായിരുന്നു അതെന്നല്ലേ ചന്ദ്രയുടെ മനസ്സിൽ. അത് ശ്രുതിയുടെ കാശല്ല എന്ന് മനസ്സിലായപ്പോഴേക്കും ചന്ദ്രക്ക് ശ്രുതിയോട് അങ്ങോട്ട് ദേഷ്യം കയറി വരുവാണ്. ശ്രുതിയെ ഇങ്ങനെ
സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുവാണ് ചന്ദ്ര. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ദേ ഇനി ഞാൻ നിന്നോടായിട്ടൊരു ലാസ്റ്റ് ആയിട്ട്, ഇനി നിന്നായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല, നീ ഇനി ഈ ഒരു യാത്ര പോകണം എന്ന് പറഞ്ഞ് എന്നെ വിളിക്കാനും നിൽക്കരുത്. ഇപ്പോൾ നീ കേട്ടോ, ഈ സുധിയെ അന്ന് നിന്റെ കൊട്ടേഷൻ സംഘം പിടിച്ചോണ്ട് പോയില്ലേ, അവിടെ നിന്ന് ഒറ്റയ്ക്ക് രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന ആളാ ഞാൻ. ഞാൻ പറയുക, നീ ഏത് കൊട്ടേഷൻ സംഘത്തിനെ വിട്ട് ആ പൈസ തിരിച്ചു മേടിക്കാൻ നോക്കിയാലും അത് കിട്ടില്ല നീലിമേ, ഇത് ഈ സച്ചിയാ പറയുന്നതെന്നൊക്കെ പറയുവാണ്. നീലിം ഇങ്ങനെ ദേഷ്യം കയറി നിൽക്കുവാണ്. എന്നിട്ട് അവിടെ നിന്ന് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. കാരണം നീലിമയ്ക്ക് മനസ്സിലായല്ലോ സച്ചി ആ കുടുംബത്തിലെ അംഗമാണെന്ന്. തൻ്റെ പ്ലാനിങ് ഒക്കെ തെറ്റിയൊരിതിൽ നീലിമ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങുവാണ്. പിന്നെ നടക്കുന്നത് നമ്മുടെ ചന്ദ്രോദയത്തിലൊരു പൊട്ടിത്തെറിയാണ്. ചന്ദ്ര നേരെ ശ്രുതിയുടെ അടുത്തോട്ട് പോവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ശ്രുതി നിന്റെ അച്ഛൻ എത്ര ലക്ഷം രൂപ അയച്ചു തന്നു എന്നാ പറഞ്ഞത് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട്? അപ്പോൾ ശ്രുതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ ചന്ദ്രയെ നോക്കുവാണേ. അത് പിന്നെ ആൻറ്റി എന്ന് പറയുമ്പോഴേക്കും മിണ്ടിപ്പോകരുത് നീ എന്ന് പറഞ്ഞ് ഒറ്റ അടി കൊടുക്കുവാണ് ശ്രുതിയുടെ മുഖത്തോട്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അമ്മേ ശ്രുതിയെ തല്ലല്ലേ അമ്മ എന്ന് പറയുമ്പോഴേക്കും, ശ്രുതിയെ തല്ലുന്നില്ലടാ നിന്നെയും തല്ലാന്ന് പറഞ്ഞ് ശ്രുതിക്കിട്ടും കൊടുക്കുവാണേ. എന്തൊക്കെ കള്ളങ്ങളാ, സ്വന്തം അച്ഛൻ്റെ കാശ് കൊണ്ട് ബിസിനസ് തുടങ്ങിയിട്ട് നാണമില്ലേടാ നിനക്ക്, നിന്റെ അമ്മായച്ചൻ്റെ കാശും കൊണ്ടാ തുടങ്ങിയെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അമ്മേ അത് പിന്നെ ആ കാശ് കിട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബത്തിലുള്ള എല്ലാവരും അത് തിരിച്ചു ചോദിക്കില്ലേ, ഞാൻ അച്ഛനെ തിരിച്ചു കൊടുക്കേണ്ടി വരില്ല അമ്മേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊന്നും പറയാതിരുന്നെന്ന് പറയുമ്പോഴേക്ക്, എന്നാലും നിന്റെ അച്ഛൻ എന്തോരം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാടാ അത്, നിനക്കൊരു വാക്ക് പറയായിരുന്നു. ആ പൈസ ഇപ്പോഴും ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളൊരു മനസ്സിലെ വിചാരത്തിലായിരുന്നു ഞാൻ ഇപ്പോഴും. ഞാൻ അമ്പലത്തിൽ തീർത്ഥാടനത്തിന് പോയപ്പോഴും ആ പൈസ തിരിച്ചു കിട്ടണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അത് നിനക്കറിയാവോ? എന്നിട്ട് നീ ബിസിനസ് തുടങ്ങിക്കോ, നല്ല കാര്യം, നീ ഒരു നല്ല നിലയിൽ എത്തുന്നത് തന്നെയാണ് എനിക്കും ഇഷ്ടം. പക്ഷേ ഇമാതിരി ഒരു കള്ളത്തരം ഭാര്യയും ഭർത്താവും കൂടി ചെയ്തത് ഞാൻ സഹിക്കില്ലടാ. ഇങ്ങനെ ഒരു കള്ളനെയാണല്ലോ ഞാൻ എൻ്റെ പൊന്നു മോനെ പോലെ തലയിൽ കയറ്റി വെച്ച് സ്നേഹിച്ചത്. എടി പെരും കള്ളി, രണ്ടുപേരും കള്ളനും കള്ളിയും ഇപ്പം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര പൊട്ടിത്തെറിക്കുവാണേ. രവീന്ദ്രൻ ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി രവീന്ദ്രൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. അച്ഛൻ എന്നോട് ക്ഷമിക്കണം, എനിക്ക് അത് പറയാൻ പറ്റിയില്ല അച്ഛ, എന്നോട് ക്ഷമിക്കച്ഛ എന്ന് പറയുമ്പോഴേക്കും സച്ചി വരുവാണ്. ക്ഷമിക്കാനോ നിന്നോടോ? എന്തൊക്കെ കള്ളത്തരവാടാ, നീ ജനിച്ച അന്ന് മുതൽ ഈ വീട്ടിൽ കള്ളത്തരം അല്ലാതെ എന്തെങ്കിലും നീ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് സച്ചി ചീത്ത പറയുവാണ് ശ്രുതിയും ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടോണ്ടിരിക്കുവാണ്. കാരണം ഒന്നും മിണ്ടാനില്ലല്ലോ, സത്യങ്ങളെല്ലാം വീട്ടിലുള്ളവർ തിരിച്ചറിഞ്ഞു, ഇനി മിണ്ടിയിട്ടും കാര്യമില്ല. ശ്രീകാന്തും വർഷയും എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. നിങ്ങൾ കാണിച്ചത് എന്തായാലും വളരെ മോശമായി പോയി ചേച്ചി, അച്ഛൻ്റെ വേർപ്പിൻ്റെ പൈസയായത്, ആ പൈസ ഇങ്ങോട്ട് തിരിച്ച് കിട്ടിയെങ്കിൽ അത് ഈ വീട്ടിൽ തന്നെ കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അച്ഛന് ബിസിനസ് തുടങ്ങാനാണെന്ന് പറഞ്ഞാൽ അച്ഛൻ രണ്ട് കൈയും നീട്ടി ആ കാശ് നിങ്ങൾക്ക് തന്നാനേ എന്നൊക്കെ വർഷ പറയുന്നുണ്ട്. ശ്രീകാന്തും പറയുന്നുണ്ട്, അതെ വളരെ മോശമായിപ്പോയി ശ്രുതി ചേച്ചി, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു ഈ വീട്ടിൽ. അതും ഞങ്ങൾ നിങ്ങളെ അങ്ങനെ അന്യമായിട്ടൊന്നല്ലോ കണ്ടേക്കുന്നത്. നിങ്ങൾക്കൊരാവശ്യം വന്നാൽ ആ പൈസ നിങ്ങൾക്ക് തന്നെ അച്ഛൻ തരത്തുള്ളൂ. പക്ഷെ ഇങ്ങനൊരു കള്ളത്തരം കാണിച്ച് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതിയും പറയുന്നുണ്ട്, എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടാക്കിയിട്ട് ആ പൈസയൊക്കെ തിരിച്ചു തരാമെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഓ ഈ കഥകൾ കുറേ കേട്ടതാ, തിരിച്ചു തന്നെ കഥകൾ, നിങ്ങൾ തിരിച്ചൊന്നും തരാൻ പോകുന്നില്ലെന്ന ഉത്തമ ബോധം എനിക്കുണ്ടെന്ന് പറയുവാണ്. ചന്ദ്രയുടെ മുഖം കാണുമ്പോഴേക്കും ശ്രുതി പോകുവാണ്. അമ്മ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ അമ്മേ, ഞാൻ ഉയർന്ന നിലയിലെത്തുമെന്ന് അമ്മ മാത്രമല്ല എന്നോട് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൂ. അങ്ങനെ ഉയർന്ന നിലയിലെത്താനല്ലേ അമ്മ ഞാൻ ഈ കഷ്ടപ്പെട്ടത്, ഈ ഒരു കള്ളം പറഞ്ഞത്, എന്നോട് ക്ഷമിക്കമ്മേ എന്ന് പറഞ്ഞ് കാല് പിടിച്ച് കരയുവാണേ. ചന്ദ്ര പറയുന്നുണ്ട്, നീ പോടെ എൻ്റെ മുമ്പിൽ നിന്ന്, എന്നോട് എൻ്റെ ദേഷ്യം മാറുന്നത് വരെ നീ എൻ്റെ മുമ്പിൽ വരണ്ട, പൊയ്ക്കോ പെരും കള്ളനും പെരും കള്ളിയും എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര മുറിയിലോട്ട് പോകുവാണ്. നീലിമയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, നീലിമക്ക് രണ്ടാമതും ഒരു അപമാനം നേരിട്ടപ്പോഴേക്കും നീലിമക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഇനി എന്ത് ചെയ്യും എന്നുള്ള പ്ലാൻ നീലിമ. പക്ഷെ എന്തായാലും നീലിമ പൈസ തിരിച്ചു മേടിക്കുമെന്ന് ഉറപ്പാണ്, സച്ചിക്കിട്ടൊരു പണി കൊടുക്കും എന്നുറപ്പാണ്. പക്ഷെ സച്ചി ആരാ മോൻ, നീലിമയുടെ ആ പണിയൊക്കെ തട്ടിത്തെറിപ്പിച്ച് സച്ചി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.